എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പതിവിലും ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. നമുക്ക് വെജിറ്റബിൾ ഗാർഡനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുവളപ്പിൽ അത്യാവശ്യമായി വളർത്തേണ്ട ചില ചെടികളെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ചെടിയാണ് തുളസി. തുളസി നമുക്ക് ഒരു വീട്ടിൽ എന്തായാലും നിർബന്ധമായി വളർത്തേണ്ട ഒരു ചെടിയാണ്. തുളസിയില ഇട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും വെള്ളം കാച്ചി ഞാനൊക്കെ മക്കൾക്ക് കൊടുക്കാറുണ്ട്. കഫക്കെട്ടിന് ഇതിൻ്റെ നീര് എടുത്ത് തേനിൽ കൊടുത്തു കഴിഞ്ഞാൽ ചുമയും കഫക്കെട്ട് പെട്ടെന്ന് മാറിക്കിട്ടും. അതെൻ്റെ അനുഭവത്തിൽ കൂടെയാണ് ഞാൻ പഠിച്ചത്. ഒരുപാട് രോഗങ്ങൾക്ക് ശമനമുള്ള തുളസിയില നമ്മുടെ വീട്ടുവളപ്പിൽ നമുക്ക് നിർബന്ധമായി നട്ടുപിടിപ്പിക്കാം. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണല്ലോ പുതിന. പുതിനയും നമുക്ക് ഒരല്പമെങ്കിലും നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന രീതിയിൽ നട്ടു വളർത്താം. ഇനി നമ്മുടെ വീട്ടുവളപ്പിൽ വളരെ അത്യാവശ്യമായി വളർത്തേണ്ട ഒരു ചെടിയാണ് പനിക്കൂർക്ക. പനിക്കൂർക്ക ഒട്ടനവധി രോഗങ്ങൾക്ക് ഫലപ്രദമാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ, അതുപോലെ തന്നെ ക്യാൻസർ എന്നീ രോഗങ്ങൾക്ക്, അതുപോലെ ചുമ, കഫക്കെട്ട്, കുട്ടികളിലെ വയറിളക്കം എന്നിങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും പനിക്കൂർക്ക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് തരുന്ന ഒരു മരുന്ന് കൂടിയാണ്. പലതരം ചായകൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ. അതിൽ ഏറ്റവും നല്ല ഒരു ചായയായി പനിക്കൂർക്ക ഇലയുടെ ചായ നമുക്ക് ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന ഒന്നുകൂടിയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അയ്യമ്പാന, അതുപോലെ മൃതസഞ്ജീവനി, നാഗവെറ്റില എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടി നിർബന്ധമായും എല്ലാവരുടെ വീട്ടുവളപ്പിലും നട്ടു വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ്. ഒരുപാട് അസുഖങ്ങൾക്ക് ഉപകാരമുള്ള ഒരു ചെടിയാണെങ്കിൽ പോലും നമുക്ക് എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ് മൂലക്കുരുവിന് ഈ ഒരു ചെടിയുടെ ഇല നമ്മൾ ചവച്ച് തിന്നു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ അതിന് ശമനം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. മൂലക്കുരുവിന് അവസാന വാക്കാണ് ഈ ഇല. ഒരുപാട് അനുഭവങ്ങളുടെ കഥ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ചെടി അത്രയും ഒരു ഗുണമേന്മ നിറഞ്ഞ ഒരു ചെടി തന്നെയാണ്. ചെറിയ കമ്പ് മുറിച്ച് നമുക്ക് ചട്ടിയിലോ നിലത്തോ ഒക്കെ നട്ടാൽ വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് പടർന്ന് വരുന്ന ഒരു ചെടിയാണിത്. നഴ്സറികളിലൊക്കെ മൃതസഞ്ജീവനി എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു ചെറിയ തണ്ടിന് തന്നെ വലിയ വില മേടിക്കുന്ന ഒരു രീതിയാണ്. നീളം കൂടിയ ഈ ഇലകൾ നമ്മൾ പച്ചയിൽ വായിലിട്ട് ചവച്ചരച്ച് കഴിച്ചാൽ മാത്രം മതി. മൂലക്കുരുവിന് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇനി എൻ്റെ ഒരു പരീക്ഷണമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇതുപോലെ ചുവന്നുള്ളി നട്ടതാണ്. നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കെയറിങ് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ 2 ചട്ടി നട്ട് നല്ല ഉഷാറായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. എന്ത് വളമാണ് കൊടുക്കുക എന്നും എനിക്കറിയില്ല. എന്തായാലും ഈ പരീക്ഷണത്തിൽ വിജയിക്കണമെന്നാണ് എൻ്റെ തീരുമാനം. അതിനുള്ള മറുപടി ആർക്കെങ്കിലും അറിയുമെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി തരണം. ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു വീട്ടമ്മക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളിൽ ഒന്നാണ് ചുവന്നുള്ളി. അതും നട്ട് വളർത്തി ഉണ്ടാക്കുക. അതും നമ്മുടെ ഗാർഡനിൽ നല്ലൊരു ചെടിയായി വളരും. ഇനി പറയാൻ പോകുന്നത് കുരുമുളക് ചെടിയെക്കുറിച്ചാണ്. കുരുമുളക് ചെടിയുടെ വളർച്ചയുടെ കാര്യമോ ഒന്നും എനിക്കറിയില്ല. കുരുമുളക് ചെടി നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 കുരുമുളക് തൈ നട്ടിട്ട് എനിക്ക് ഒന്നാണ് ശരിക്ക് പിടിച്ച് ഇപ്പോൾ അതിൽ കായ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു ചുക്ക് കാപ്പിക്കായാലും ബിരിയാണിക്കായാലും അതുപോലെ തന്നെ ചിക്കൻ്റെ എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വളരെ വേണ്ടപ്പെട്ട ഒരു കൂട്ടാണ് കുരുമുളക്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുരുമുളക് തൈ കൂടെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഞാൻ വളർത്തിയെടുത്തിട്ടുള്ളതാണ് തക്കാളിയുടെ തൈകൾ.
കുരു നേരെ മണ്ണിലിട്ട് പാവി മുളപ്പിച്ചതാണ്. നല്ല ഹെൽത്തി ആയിട്ട് തൈകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ 2 തൈകളെടുത്ത് ഓരോ ചട്ടിയിലേക്ക് പറിച്ച് നടാൻ റെഡിയായി നിൽക്കുന്ന തൈകളാണ്. പിന്നീട് ഞാൻ മുളപ്പിച്ചെടുത്തിട്ടുള്ളത് പയറ് വിത്താണ്. ഇതും വീട്ടുമുറ്റത്ത് ചട്ടിയിലാണ് ഞാൻ നട്ടിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് പയർ വളർത്തിയാലുള്ള ഉപകാരം, നമുക്ക് വേണ്ടുന്ന സമയത്ത് അതിൻ്റെ ഇല പറിച്ച് ഉപ്പേരി വെച്ച് നമുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. ചെറുപയർ, വൻപയർ, ഉലുവ എന്നിങ്ങനെയുള്ള എല്ലാ വിത്തുകളും നമുക്കിതുപോലെ ചട്ടികളിൽ വിത്തിട്ട് മുളപ്പിച്ചെടുക്കാൻ പറ്റും. മണ്ണിനോടൊപ്പം അല്പം ചകിരിച്ചോറുകൂടെ ചേർത്താൽ നന്നായി ഇവ മുളച്ച് പൊങ്ങി നല്ല കരുത്തുറ്റ ചെടികളായി മാറും. ഇലക്കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇവരെയും നമ്മുടെ വീട്ടുവളപ്പിൽ ഉൾപ്പെടുത്താം. ഇനിയുള്ളത് പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ലാത്ത ചെടിയാണ് നമ്മുടെ കറിവേപ്പില. എല്ലാ വീട്ടമ്മമാരും ഒരു തൈയെങ്കിലും തൻ്റെ വീട്ടിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ചെടി കൂടിയാണ് കറിവേപ്പ്. ഏതൊരു വിഭവം ഉണ്ടാക്കുന്ന സമയത്തും നമുക്ക് ആദ്യം പറിച്ചെടുക്കുന്നത് കറിവേപ്പിലയാണ്. അതുകൊണ്ട് തന്നെ കറിവേപ്പിലയും നമുക്ക് നട്ടു വളർത്താം. ചെടികളും കിളികളും കോഴികളും എല്ലാം വളർത്തുന്നതിനിടയിൽ തന്നെ നമ്മുടെ വെജിറ്റബിളും വളർന്ന് പന്തലിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.